ആക്രമിക്കപ്പെട്ട നടി അഭിനയിച്ച സിനിമയിൽ മറ്റൊരു നടി ജീൻ പോൾ ലാൽ, ശ്രീനാഥ് ബാസി, പ്രൊഡക്ഷൻ കണ്ണർ അനൂപ് എന്നിവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് ചൂണ്ടിക്കാട്ടി. പിന്നീട് ആക്രമിക്കപ്പെട്ട നടി വണ്ടി ആവശ്യപ്പെട്ടത് ഈ അനൂപിനോടായിരുന്നു. ഇക്കാര്യം മനോജ് കാരവന്തർ എന്ന വ്യക്തി അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. നടി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി അനൂപുമായി സംസാരിച്ചത് ഞാനുമായിരുന്നില്ല. വണ്ടി വിട്ടുകൊടുക്കാൻ അനൂപ് പറഞ്ഞു. 4 മണിയായപ്പോൾ വണ്ടി ഞാൻ വിട്ടുകൊടുക്കുകയും ചെയ്തു എന്നാണ് മനോജ് കരന്തൂർ പറഞ്ഞത്. ഈ അനൂപ് തന്നെയാണ് ജീൻ പോൾ ലാലിനെതിരെ വന്ന കേസിലും ഉണ്ടായിരുന്നത്. അനൂപ് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. മറ്റൊരു നടി ഇയാൾക്കെതിരെ പരാതി ഉന്നയിച്ചിരിക്കെ അത് അന്വേഷിക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ കേസ് പിന്നീട് ഒത്തുതീർപ്പാക്കുകയായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസ് മുന്നോട്ടു പോകവേ ഈ കേസും ചർച്ചയാകുന്നത്. നനഞ്ഞിടം കുഴിക്കാനുള്ള ശ്രമത്തിലാണ് അന്ന് ജീൻ പോൾ ലാലിനെ പിന്തുണച്ചുകൊണ്ട് ലാൽ പറഞ്ഞത്. സ്വന്തം മകനെ സെറ്റിൽ ലാൽ അഭിനയിക്കുകയും ചെയ്യുന്ന സെറ്റിൽ ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊരു ദുരഭിനയം ഉണ്ടാകുന്നത് പുറം ലോകം അറിഞ്ഞാൽ അത് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ലിങ്ക് ചെയ്യാൻ മീഡിയ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ലാൽ ചിന്തിച്ചു കാണും. എന്നാൽ ആരും അന്വേഷിച്ചെന്നതില്ല. ആരും കണക്ട് ചെയ്തതുമില്ല. അന്വേഷണ സംഘം ഈ ഭാഗമൊന്നും തൊട്ടില്ലെന്നും പറയുന്നു. ജീൻ പോൾ ലാൻഡിന് വന്ന പരാതി എന്താണെന്ന് വെച്ചാൽ 2016 നവംബർ 10-നാണ് ഹണി ബി 2 ചിത്രീകരണത്തിനിടെ സംഭവമുണ്ടായത്. യുവനടി കൊച്ചിയിലെ ഹോട്ടലിൽ എത്തുകയും ഇവരോട് സിനിമയിൽ അഭിനയിച്ചതിന്റെ പ്രതിഫലം ചോദിച്ചു. എന്നാൽ ജീൻ പോൾ ലാൽ ഉൾപ്പെടെയുള്ളവർ ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും തന്റെ അനുവാദമില്ലാതെ മറ്റൊരാളുടെ ശരീരഭാഗങ്ങൾ ചിത്രീകരിച്ച് തന്റേതെന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന് പരാതിയിൽ ഉന്നയിച്ചിരുന്നു.